പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 9-ാം വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു. അവൻ കല്ലറയ്ക്കുള്ളിൽ കിടക്കേണ്ടതല്ല, അവനൊരു ഉയർപ്പുണ്ട്. ആ ഒരു സത്യം ഹല്ലേലൂയ അതുവരെ അവരറിഞ്ഞില്ല. ഏത് ദിവസം വരെ അവർ കല്ലറയിൽ പോയി യേശുവിൻ്റെ ഹല്ലേലൂയ ആ കല്ലറ കാലിയായി കിടക്കുന്നത്, ശൂന്യമായി കിടക്കുന്നത് കാണുന്നത് വരെ അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹല്ലേലൂയ തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നിടം വരെ അവർ വിശ്വസിച്ചില്ല, അവരത് അറിഞ്ഞില്ല, അവരതിനെക്കുറിച്ച് ഹല്ലേലൂയ ബോധവാന്മാരായിരുന്നില്ല. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു ഉയർപ്പുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്ക് ഒരു നിത്യതയുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ ഈ ഉയർപ്പിൻ്റെ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ മരിച്ച് കല്ലറയ്ക്കുള്ളിൽ അടച്ചു വെച്ച് 3 നാളായിട്ട് ഹല്ലേലൂയ അവൻ പുറത്തു വന്നെങ്കിൽ ഈ എല്ലാ ദൈവ പൈതലിലും അങ്ങനെ ഒരു പ്രത്യാശയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. നമ്മുടെ ജീവിതം കല്ലറ കൊണ്ട് തീരത്തില്ല, നമ്മുടെ ജീവിതം ഹല്ലേലൂയ കല്ലുകൊണ്ട് അടച്ചാൽ തീരത്തില്ല, ഇമ്പീരിയൽ മുദ്ര കൊണ്ട് മുദ്രയിട്ട് ബന്ധിച്ച് വെച്ചാൽ തീരത്തില്ല. നമുക്കൊരു ഉയർപ്പുണ്ട്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ്റെ ഓരോ വാക്കുകളും ഹല്ലേലൂയ വിശ്വാസ യോഗ്യമായ വചനമാണ്. ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശ അവനിൽ വെച്ചുകൊള്ളാൻ ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുവിൽ വെച്ചുകൊള്ളാൻ, മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് മരണത്തിൻ്റെ അധിപതിയെ ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്ത് അവൻ്റെ ഹല്ലേലൂയ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴടക്കി അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പലപ്പോഴും ജീവിതത്തിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, നാളെ എന്താകും എന്ന് വിചാരിച്ച് പലരും ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ ഈ പകൽക്കാലം നമുക്ക് തരുന്ന വലിയ ദൂത്, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സകല അന്ധകാര ശക്തികളെയും ജയിച്ചവൻ എന്നതത്രേ. ഹല്ലേലൂയ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ മറിയയും മറ്റുള്ളവരും കല്ലറയിലേക്ക് ഓടി വന്നു അവനെ സുഗന്ധവർഗം പൂശേണ്ടതിന്. അവരുടെ ഉള്ളിലെ ഒറ്റ ചിന്തയുള്ളൂ, അവൻ ഉയർക്കുമെന്നല്ല അവരുടെ ചിന്ത. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ മൃതശരീരത്തിൽ തങ്ങളുടെ ആചാരപ്രകാരം സുഗന്ധവർഗം പൂശണം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുള്ളായിരുന്നു. അവരുടെ ചിന്ത എന്താണ്? യേശുവിൻ്റെ ശരീരത്തിന്മേൽ കുറച്ചുകൂടെ സുഗന്ധവർഗ്ഗങ്ങൾ പൂശുക, അതിനുവേണ്ടി അവർ വന്നത്. പക്ഷെ ഒരു തടസ്സം അവർ കണ്ടു. രാവിലെ ഇരുട്ടുള്ള സമയത്ത് ഈ കല്ലറയിൽ നിന്ന് കല്ല് ആരുരുട്ടി മാറ്റും? എന്നാൽ അവർ കല്ലറയിൽ പോയി കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ പ്രിയരെ, നാം എന്ത് പ്രതീക്ഷിക്കുന്നു അതിനെക്കാട്ടിലും വലുത് ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഈ കല്ല്, ഈ ഹല്ലേലൂയ. എന്നാൽ അതിനെ ഉരുട്ടി മാറ്റുവാൻ, അതിനെ ആ പ്രതിസന്ധിയെ എടുത്തു മാറ്റാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഒറ്റ തീരുമാനമായിരുന്നു, യേശുവിൻ്റെ മേൽ സുഗന്ധവർഗം പൂശുക. അതിനുവേണ്ടി അവർ രാവിലെ ഹല്ലേലൂയ വെളിച്ചമുണ്ടെന്നോ വെളിച്ചമില്ലെന്നോ അവർ ചിന്തിച്ചില്ല, പ്രതിസന്ധിയെക്കുറിച്ച് അവർ നിരൂപിച്ചില്ല. അവർ ഒരു ചുവട് വെച്ചു, ദൈവം അവരെ മാനിച്ചു. ഇന്ന് പകൽക്കാലവും കർത്താവിന് വേണ്ടി ഒരു ചുവട് നീ വെക്കാൻ തയ്യാറെങ്കിൽ, കർത്താവിന് വേണ്ടി ഒരു ചുവട് മുമ്പോട്ട് പോകാൻ നീ തയ്യാറെങ്കിൽ, നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. തീർന്നില്ല, അവർ കല്ലറയിൽ പോയി യേശുവിൻ്റെ മൃതശരീരമല്ല കണ്ടത്, അവർ കണ്ടത് വെറും ശീലകൾ ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അർത്ഥം അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് ലഭിച്ചു. ഹല്ലേലൂയ. അവർ പ്രതീക്ഷിച്ചവൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവർ കണ്ടുവന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഇന്ന് പകൽക്കാലവും മരിച്ചെന്ന് പറഞ്ഞ് മുമ്പോട്ടിനി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചെങ്കിൽ ഈ പകൽക്കാലവും പ്രിയരെ നമ്മെ ഉയർപ്പിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. നമ്മുടെ പ്രത്യാശ അവനിൽ വെച്ചുകൊള്ളാൻ ദൈവം അവനെ ഉയർപ്പിച്ചു. അതുവരെ അവർ അറിയാത്ത ചില സത്യങ്ങളെ ദൈവം ആ പകൽക്കാലം അവർക്ക് വെളിപ്പെടുത്തി. അതാ നമ്മൾ വായിച്ച വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത്
അവർ അതുവരെ അറിഞ്ഞില്ല. അതുവരെ അറിയാത്ത ചില സത്യത്തെ ദൈവം ആ പകൽക്കാലം അവർക്ക് വെളിപ്പെടുത്തി. പ്രിയരെ, ഇതുവരെ അറിയാത്തത്, ഇതുവരെ കാണാത്തത്, ഇതുവരെ മറഞ്ഞിരിക്കുന്ന ചില നന്മകളെ വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ, നമ്മുടെ ദൈവം മതിയായവനാ. യേശുവിൽ പ്രത്യാശ വയ്ക്കുന്ന, യേശുവിൽ ആശ വെക്കുന്ന, യേശുവിനെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലും ഒരു നാളും ലജ്ജിച്ച് തല താഴ്ത്താൻ അവൻ അനുവദിക്കത്തില്ല. കല്ലറ കൊണ്ട്, ക്രൂശ് കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട്, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം തീരത്തില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു ഉയർപ്പിൻ്റെ സുപ്രഭാതമുണ്ടെന്ന്, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ ദിവസമുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രതീക്ഷകൾക്കപ്പുറത്ത് പ്രത്യാശ തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഇതുവരെ കണ്ടതിലും വലിയ നന്മയെ, ഇതുവരെ കേട്ടതിലും വലിയ ടെസ്റ്റിമണികളെ കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമത്രേ. നമ്മുടെ കർത്താവ് വാക്കു മാറാത്ത ദൈവമത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.